വൻ സാമ്പത്തിക ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭക്തർ ഒഴുകിയെത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഇത്തരം രീതിയിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? എത്രമാത്രം ഗുരുതരാവസ്ഥയിലാണ് കാര്യങ്ങൾ? യഥാർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഓഡിറ്റിങ്ങിലാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് പുറത്തു വരുന്നത്. അതായത് ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന പല അമ്പലങ്ങളും പല ക്ഷേത്രങ്ങളും അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ പല പല ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു പോവാം. എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്ന് കാട്ടി സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണ്ടുപിടുത്തമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്തയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതേ തുടർന്ന് ഹൈക്കോടതി ഗുരുവായൂർ ദേവസ്വത്തോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ 27 ലക്ഷം രൂപയുടെ കുറവുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2019 മുതൽ 2022 വരെയുള്ള 3 വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് തിരിമറി നടത്തിയത്. നോക്കണം, ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റിൽ പോലും തിരിമറി നടത്തിയിട്ട് 27 ലക്ഷം രൂപയുടെ തിരിമറിയാണ് ഇവര് 2019 മുതൽ 22 വരെയുള്ള 3 വർഷ കാലയളവിൽ നടത്തിയത്. 2019 മുതൽ 2022 വരെ എന്ന് പറയുന്ന സമയം ഏതാണെന്നറിയോ? ആ കോവിഡ് സമയമാണ്. കോവിഡ് സമയത്ത് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ മനുഷ്യർ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ ആശ്രയമില്ലാതെ ഭഗവാനെ വിളിച്ചിട്ട് കൊടുക്കുന്ന പൈസയിൽ പോലും ഇവർ കൈയിട്ട് വാരി എന്നുള്ളതാണ് ഹൈക്കോടതി ഭരിക്കുന്നത് എന്നുകൂടി നിർണായകമാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നല്ല, സംസ്ഥാന സർക്കാർ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾ ഏതാണോ അവരുടെ തന്നെയായിരിക്കും ദേവസ്വം ബോർഡെന്നും ദേവസ്വത്തിന് ഒരു മന്ത്രി ഉണ്ടെന്നും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ ആരായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണല്ലോ ഈ ഗുരുവായൂർ ക്ഷേത്രം നിലവിൽ വരുന്നത്. അതായത് അമ്പല കമ്മിറ്റിയിൽ പോലും കയറി അമ്പലത്തിന്റെ സ്രോതസ്സും സമ്പാദ്യവും പോലും അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കമ്മികൾ മാറിത്തീരുന്നു അല്ലെ? തീർച്ചയായും അത് അങ്ങനെ തന്നെ പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് കുറേ എടുക്കാൻ നോക്കി, അത് സുപ്രീം കോടതി പൂട്ടി. അതുകൊണ്ട് മാത്രമാണ് അത് എടുക്കാതെ മാറ്റി വെച്ചിരുന്നത്. 2024 മെയ് മാസമാണ് ഗുരുതരമായ കണ്ടെത്തലുകളുള്ള സത്യവാങ്മൂലം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലോക്കറ്റ് വിൽപ്പനയിലെ തുക നിക്ഷേപിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ 2 അക്കൗണ്ടുകളിലായാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരൻ നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഹാജരാക്കുന്നതിലും ദേവസ്വം അധികൃതർ ഉത്തരവാദിത്തം കാട്ടിയിട്ടില്ല എന്നും ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, പല ദേവസ്വം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരു ഭക്തൻ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? അവൻ്റെ ആവലാതികൾ പറയാനും അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആവലാതികൾ പറയേണ്ട ഒരു സ്ഥലമല്ല എന്നുള്ളത് വേറെ കാര്യം. അത് സ്പിരിച്വലി വേറെയാണ്. പക്ഷേ എങ്കിലും മനുഷ്യർ പോകുന്നത് ഒരു തങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാനും തൻ്റെ കാര്യങ്ങൾ ഭഗവാനോട് പറയാനും ഏതെങ്കിലും തരത്തിൽ ഒരു റിലീഫ് പ്രശ്നങ്ങളിൽ നിന്ന് കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടല്ലേ അമ്പലങ്ങളിലേക്ക് പോകുന്നത്. അവിടെ പോലും ഈ പറയുന്ന തട്ടിപ്പിൻ്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് വലിയ പ്രയാസങ്ങൾ തോന്നുന്നത്. പായസത്തിൽ വരെ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, ശർക്കര വാങ്ങുന്നതിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ. ഇവിടെ ഇപ്പം ഗൗതമേ, നമ്മളിപ്പം ദേവസ്വം ബോർഡിൻ്റെ പല ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ ഒരു വഴിപാടിൻ്റെ നീണ്ട പട്ടിക കാണാം. നീണ്ട പട്ടിക. ഇതുവരെ എവിടെയും ഇല്ലാത്ത വഴിപാടുകളൊക്കെ നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൽ കാണാം. അപ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ചെയ്യാറുമുണ്ട്. സത്യത്തിൽ ഒരു ക്ഷേത്രം നടന്നു പോകുന്നതിനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പണം ആവശ്യമാണ്. എങ്കിലും ജനങ്ങളെ അറക്കരുത് എന്നൊരു സംഭവം ഉണ്ടല്ലോ. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൈസ വാങ്ങുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഞാനിപ്പോൾ എൻ്റെ പേരിൽ ഒരു ഗണപതി ഹോമം കഴിക്കാൻ ഒരു ക്ഷേത്രത്തിൽ ഒരു ഷീട്ടാക്കുന്നു എന്ന് വിചാരിച്ചോ. ഗൗതമും അവിടെ വരുന്നു. ഗൗതമും ഒരു ഗണപതി ഹോമം കഴിക്കാൻ വേണ്ടി ഷീട്ടാക്കുന്നു. നമ്മുടെ വേറൊരാൾ വരുന്നു, അയാളും ഷീട്ടാക്കുന്നു. അങ്ങനെ ഒരു 10 50 പേര് 100 പേര് ഷീട്ടാക്കുന്നു എന്ന് വിചാരിച്ചോ. ഗുരുവായൂർ പോലത്തെ ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ ഏത് പൂജയ്ക്കായാലും ഏത് കാര്യത്തിനായാലും ആയിരക്കണക്കിന് ആളുകളായിരിക്കും അവിടെ ഒരു ദിവസം അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഷീട്ടാക്കുകയും ചെയ്യുന്നത്. അവിടെ നടക്കുന്നതോ ഒരു ഗണപതി ഹോമമാണ്. മനസ്സിലാക്കണം, ഈ ഒരു ഗണപതി ഹോമത്തിൽ എങ്ങനെയാണ് ഈ 1000 ആളുകളുടെയും പേര് തന്നെ പറയാൻ അവർക്ക് സമയം ഉണ്ടാവുമോ? പറ്റിക്കലാണ്.
ഭക്തരെ 100%. പറ്റിക്കലാണ്. 100%. ഈ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഭക്തർക്ക് 1000 ഇതൊക്കെ ചെയ്യുമ്പോ ഒരു തൃപ്തി ഉണ്ടാവും. അതെ, മാനസികമായ ഒരു തൃപ്തിയാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു ഗണപതി ഹോമം കഴിക്കുകയാണെങ്കിൽ ഞാൻ ആ ഗണപതി ഹോമത്തിൻ്റെ പരിസരത്ത് ഇരുന്നുകൊണ്ട് ആ മൂലമന്ത്രവും അതിൻ്റെ പിന്നെ എന്താണ് അതിലേക്ക് നിവേദിക്കുന്ന ഈ പഞ്ചദ്രവ്യങ്ങളുടെ ഒക്കെ പുകയും ഒക്കെ എടുക്കുന്ന അതിലൊക്കെ ഒരുപാട് സയൻസ്, ഒരുപാട് ശാസ്ത്രമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് പേര് പോലും പറയാതെ ഒരു പ്രസാദം നമുക്ക് തന്ന് നമ്മളെ പറ്റി. ഇത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളാണ് നടക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ ഇത്തരം പരിപാടികളില്ല. അതായത് അവിടെ ഒരു പൂജ നടക്കുകയാണെങ്കിൽ അവർ പറയും ഒരു ദിവസം ഒരാളുടെ പേരിൽ ഒരു പൂജ. അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു ദിവസം 10 ആളുടെ പേരിൽ പൂജ കഴിക്കാറില്ല മറ്റു പല സ്ഥലങ്ങളിൽ. പക്ഷെ ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാത്തിനും ചില പ്രത്യേകതകളുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ CCTV സ്ഥാപിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ CPM മാത്രമാണ് ഉള്ളത് എന്ന് കരുതരുതേ, അവിടെ കോൺഗ്രസ്സുകാരും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്ഥാനത്തിരിക്കുന്നത് ആരാണ്? അല്ല, ആ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കണം. ഇവരെല്ലാവരും ഉണ്ട് ഇതില്. CCTV സ്ഥാപിച്ചതിലും ക്രമക്കേട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് കരാർ നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. പറയണ്ടല്ലോ, ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. ബാങ്കിന്റെ കളക്ഷൻ ജീവനക്കാരൻ തുക കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം CCTV സ്ഥാപിച്ചതിൽ ദേവസ്വം ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചിട്ടുണ്ട്. പ്രസാദ ഫണ്ടിൽ തുക നീക്കിയിരിപ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ നടപടി ഉണ്ടായത്. 89 ലക്ഷം രൂപ ദേവസ്വം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല എന്നും ഇതുവഴി പലിശ നഷ്ടമുണ്ടായെന്നും നഷ്ടം വരുത്തിയ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോക്ക്, കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി, ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിൻ്റെ വലിയ കാര്യം പറയുന്ന ആളുകൾ, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ലാതിരുന്ന കാലത്ത് എന്താണ് ഇലനക്കി നായർ പുറത്തടിക്കും, ഉശിരുള്ള നായർ മണിയടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണപിള്ള ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് ഊറ്റം കൊള്ളുന്നവർ ഇന്ന് ആ കൃഷ്ണപിള്ള ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ മുഖത്തടിച്ചേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ഇങ്ങനെ ഇവർ ചേർന്ന് പല ദേവസ്വം കാര്യങ്ങളിലും നിന്നുകൊണ്ട്, ഇപ്പം ദേവസ്വത്തിന് ഏരിയ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവസ്വം ചെയർമാനുണ്ട്, ജില്ലാ ദേവസ്വം ബോർഡുകളുണ്ട്, ഏരിയ ബോർഡുകളുണ്ട്, സ്റ്റേറ്റ് ബോർഡുകളുണ്ട്. അതിൽ തന്നെ സ്റ്റേറ്റ് ബോർഡ് എന്ന് പറയുന്നത് മലബാർ ആണെങ്കിൽ മലബാർ, ഇപ്പോൾ കൊച്ചിനാണെങ്കിൽ കൊച്ചിൻ, തിരുവിതാംകൂർ ആണെങ്കിൽ തിരുവിതാംകൂർ, ഇങ്ങനെ 3 ഡിവിഷനിലായിട്ടാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ തിരിച്ചിട്ടുള്ളത്. ഇവർക്കെല്ലാവർക്കും പണമാണ്, എല്ലാവർക്കും പൈസയാണ്. ഇത് കൊടുക്കുന്നത് ആരിരുന്ന പാവപ്പെട്ട ഭക്തന്റെ കയ്യിൽ നിന്നാ. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകാൻ എന്തിനാണ് ഇത്രയും പിന്നെ തൊഴിലാളികൾ? ചോദ്യമാണല്ലോ. എന്നാൽ ഇത്രയും തൊഴിലാളികൾ എന്തിനാന്നുള്ള ചോദ്യമുണ്ട്. ഒന്ന്, PSC എഴുതിയിട്ടാണ് അവിടെ കിട്ടുന്നതെങ്കിൽ ആ ആളുകളെ നമുക്ക് പറയാം, കാരണം അവർക്കൊരു തൊഴിൽ കിട്ടുന്നുണ്ട്. ഇത് തിരികെ കയറ്റുന്നുണ്ട്, പിൻവാതിലിൽ കൂടി തിരികെ കയറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയധികം ക്രൂരതകൾ ഭക്തരോട് കാണിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണം, വഞ്ചിക്കപ്പെടുക പല ക്ഷേത്രങ്ങളും തീർച്ചയായിട്ടും.